28 വയസ്സുള്ള ഒരു വീട്ടമ്മയാണ് ഇതെഴുതുന്നത്. പല്ലിന് മുമ്പ് തോന്നാത്ത ഒരു വിഷമം ഇപ്പോൾ തോന്നുന്നു. തണുത്ത വെള്ളം വായിലൊഴിക്കുമ്പോഴും ചില പേസ്റ്റുകൾ കൊണ്ട് പല്ല് തേക്കുമ്പോഴും മറ്റും പല്ലിന് അസഹ്യമായ പുളിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. പലതരം പേസ്റ്റുകൾ മാറി മാറി തേച്ച് നോക്കി, മിക്കതും ഒരുപോലെയാണ്. ഇതിനെന്താണ് ചെയ്യാൻ കഴിയുമെന്നാണ് രാഖി സുരേഷ് ദുബായിൽ നിന്നും ചോദിക്കുന്നത്. പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ഇത് സാധാരണയായി കുറച്ച് പ്രായമായി കഴിഞ്ഞാലാണ് ഉണ്ടാകുന്നത്. ഇതിന് മുറുക്കുന്നവർക്കും ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഒരു വലിയ രോഗമൊന്നുമല്ല. സാധാരണ മട്ടിൽ നല്ലോണം പല്ല് തേക്കുക, ദിവസം 2 നേരം പല്ല് തേക്കുക. ദൗകാലവും ദന്തധവനം, കാലത്ത് പല്ല് തേക്കുമ്പോൾ ഏതെങ്കിലും പേസ്റ്റും, അതായത് ഇത് നീം പോലെ, അതായത് വേപ്പിൻ്റെ തൊലി ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന പേസ്റ്റ് ഉപയോഗിക്കുകയും വൈകുന്നേരം ദന്തധാവന ചൂർണം എന്ന് പറഞ്ഞ പൽപ്പൊടി, പല വൈദ്യശാലക്കാരും പൽപ്പൊടി ഇറക്കുന്നുണ്ട്. അത് നല്ല വൈദ്യശാലയുടെ ഒരു പൽപ്പൊടി മേടിച്ച് വൈകുന്നേരം ഭക്ഷണം കഴിഞ്ഞ് പല്ല് തേക്കുക. എന്നാൽ ഇത് കുറയും. പിന്നെ കടുക്ക കരിച്ച് അത് അരിമേതാതി എണ്ണയിൽ ചാലിച്ച് അതുകൊണ്ട് പല്ല് തേച്ചാൽ ഈ പുളിപ്പ് പലർക്കും മാറാറുണ്ട്. അത് രോഗം എന്നിട്ടും മാറുന്നില്ലെങ്കിൽ ഒരു ദന്തിസ്റ്റിനെ സമീപിക്കുകയാണ് വേണ്ടത്. ഇനാമൽ, അവർ പല്ല് ക്ലീൻ ചെയ്ത് ഇനാമൽ കൊടുക്കുന്ന ഒരു ചികിത്സാരീതി ഇന്ന് നിലവിലുണ്ട്. അത് വളരെ എളുപ്പമായ ഒരു ചികിത്സയാണ്. പല്ലിന് കളറ് തിരിച്ചു കിട്ടുകയും ചെയ്യും. കോഴിക്കോട്ടെ ഒരു ട്രാവൽ ഏജൻസിയിൽ ഡ്രൈവറാണ് ഞാൻ. ഇപ്പോൾ കണ്ണിന് ചുറ്റും കറുത്ത പാട് വീണിട്ടുണ്ട്. പൊതുവേ ക്ഷീണവുമുണ്ട്. ഡ്രൈവറായതുകൊണ്ട് രാത്രിയും പകലൊന്നും ഇല്ലാതെ യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ ടെൻഷനൊന്നുമില്ല. കണ്ണിന് ചുറ്റുമുള്ള ഈ കറുത്ത പാട് മാറാൻ എന്തെങ്കിലും മരുന്നുണ്ടോ എന്നാണ് കോഴിക്കോട്ട് നിന്നും രാജേഷ് ചോദിക്കുന്നത്. രോഗിയെ കണ്ട ശേഷമേ ഔഷധം നിർദ്ദേശിക്കാൻ പാടുള്ളൂ എന്നാണ് ആയുർവേദ വിധി. എന്നാലും ഈ ഒരു രോഗി വന്ന് പറയുമ്പോൾ കാര്യങ്ങൾക്ക് ടെലിഫോണിൽ കൂടി വിളിച്ച് പറഞ്ഞാലും കത്തുകൾ അയച്ചാലും എല്ലാവിധത്തിലും ചികിത്സ നിശ്ചയിക്കേണ്ടത് ഒരു വൈദ്യൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് ഇത് വെങ്കം എന്ന് പറഞ്ഞ ഒരു രോഗത്തിൻ്റെ വകഭേദമാണെന്നാണ് തോന്നുന്നത്. അതിന് ഈ കണ്ണിൻ്റെ താഴെ ഉണ്ടാകുന്ന ഈ കറുപ്പ് കളറ് യാത്ര ചെയ്യുന്നത് കൊണ്ട് ക്ഷീണം കൊണ്ടുവരാം. പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, കൂടുതൽ ശരീരത്തിന് കളറുണ്ടാക്കുന്നത് മെലാനിൻ വർണ്ണപടലങ്ങളാണ്. അത് ചില സ്ഥലത്ത് കൂടുക, ചില സ്ഥലത്ത് കുറഞ്ഞാൽ അത് ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ എന്ന് പറയും. അതായത് വെള്ളപ്പാണ്ട്. ഹൈപ്പർ പിഗ്മെൻറ്റേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് തനിയെ തന്നെ മാറുന്ന ഒരസുഖമായിട്ട് വരാവുന്നതാണ്. എന്നാലും അതിന് മുഖകാന്തി ചൂർണം എന്നും പറഞ്ഞൊരു പൊടിയുണ്ട്. ആ പൊടി പനിനീരിൽ ചാലിച്ച് കണ്ണിൻ്റെ താഴെ പുരട്ടുക. ഈ രോഗം ഉള്ളവർക്ക് പുരട്ടുക. ക്രമേണ 1-2 മാസത്തെ ഉപയോഗം കൊണ്ട് അതിന് വളരെ കുറവുണ്ടായി കാണാറുണ്ട്. പിന്നീട് ഈ പത്മകേസരം, താമരയല്ലി തേനിൽ അരച്ചു പുരട്ടിയാലും ഈ ഫലം ഉണ്ടാകും. പിന്നെ 30 ചില ആസവങ്ങളും ഒക്കെ കൊടുക്കാം. രക്തശുദ്ധിക്ക് ഉള്ള ചില ചികിത്സ ചെയ്യാം. ഖതിരാരിഷ്ടം, ആരോഗ്യധാരിഷ്ടം, ഇത് രണ്ടും കൂടി കൂട്ടി 30 ml 15 ml വീതം എടുത്ത് 30 ml കാലത്തും വൈകുന്നേരവും ഒരു കൈശോര ഗുൽഗുലു ഗുളിക ചേർത്ത് കൊടുത്താൽ രക്തശുദ്ധി വരും. ഗുൽഗുലു തിക്തക നെയ്യ് ഒരു 10 ഗ്രാം വീതം രാത്രി അത്താഴപ്പുറമെ കഴിക്കുക. എന്നാൽ ഇത് കാലക്രമേണ മാറുന്നതാണ്. ഒരു 2-3 മാസത്തെ ഉപയോഗങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ 1-2 മാസത്തെ ഉപയോഗങ്ങൾ കൊണ്ട് ഈ രോഗം നിശേഷം മാറും. ആർത്തവകാലത്ത് രക്തം കൂടുതലായി പോകുന്നതിന് ആയുർവേദത്തിൽ പറയുന്ന ചികിത്സ എന്താണ്? ഇത് ഗർഭാശയമുഴ എന്ന അസുഖമായിരിക്കാൻ സാധ്യതയുണ്ടോ? ചില ഡോക്ടർമാർ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേക ടെസ്റ്റുകൾ നടത്താനുള്ള ധൈര്യം ഇതുവരെ തോന്നിയിട്ടില്ല. ഇത് തടയാൻ കഴിയുമോ? രജനി ചന്ദ്രൻ ഇടുക്കിയിൽ നിന്ന് ചോദിക്കുന്നു. ഗർഭാശയമുഴയ്ക്ക് ചെയ്യപ്പെടുന്ന ചികിത്സ ഹിസ്റ്ററട്ടമി തന്നെയാണ് ഫലപ്രദം. എന്നാൽ ആയുർവേദ ചികിത്സ ഇതിനൊരു പരിധി വരെ ഫലപ്രദമാണ്. അതെന്താണെന്ന് വെച്ചാൽ ശാരിബാധ്യാസവം, ചന്ദനാസവം, ഇത് രണ്ടും കൂട്ടി ഓരോ ഔൺസ് വീതം 2 നേരം ഓരോ ചന്ദ്രപ്രഭ ഗുളിക ചേർത്ത് കഴിക്കുക. വൈകുന്നേരം ഒരു കൈശോര ഗുൽഗുലു ഗുളിക ചേർത്ത് കഴിക്കുക. ഇങ്ങനെ ഒരു 3 മാസം തുടരുക. പിന്നെ ഋതുരഞ്ജിനി എന്ന് പറഞ്ഞ ഒരു ലേഹ്യമുണ്ട്. ആ ലേഹ്യം 15 ഗ്രാം രാത്രി കിടക്കാറാകുമ്പോൾ കഴിക്കുക. പുഷ്യാനുക ചൂർണം ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് ചൂടുവെള്ളത്തിൽ ചേർത്ത് ഇതെല്ലാം 3 മാസം കഴിക്കുക. എന്നാൽ ഈ
ഓപ്പറേഷൻ ചെയ്യാതെ മാറിയവരെ പലരെയും അറിയാം.